നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് യൂണിവേഴ്സൽ മെസ്സേജ് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയാണ് കണക്റ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് നല്ല പോസിറ്റീവായൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിക്കോട്ടെ, കരിയർ മേഖലയായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള മറ്റു വ്യക്തികളുടെ എനർജികളായിക്കോട്ടെ, നെഗറ്റീവാകുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിങ്ങൾക്ക് പോസിറ്റീവാകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് അഫർമേഷൻസ് എഴുതാൻ പറയുന്നത്. അത് വിദ്യാഭ്യാസപരമാണ്. മക്കളുടെ എഡ്യൂക്കേഷനെ കണക്റ്റ് ചെയ്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. അവരുടെ കരിയർ, വിവാഹം, അങ്ങനെ ലൈഫിലുള്ള ബ്ലോക്കേജുകളെ എല്ലാം മാറ്റിയെടുക്കാൻ നമുക്ക് അഫർമേഷൻസ് വളരെ ഉപകാരപ്പെടും. എന്നും നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് എല്ലാ ദിവസവും യൂണിവേഴ്സൽ മെസ്സേജ് ഇടാൻ പറ്റാത്തത് ജോലിയുടെ തിരക്കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കണമെന്നത്. കുറേ ആളുകൾ എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷേ ജോലി സംബന്ധമാകുന്ന ഇത് കാരണം ഭയങ്കരമായിട്ട് ടയേർഡാകുമ്പോൾ പിന്നെ നമുക്കത് സാധിക്കില്ല. ഭയങ്കരമായിട്ട് എനർജി വേണം നമുക്ക് മെസ്സേജുകൾ എടുക്കാൻ. അതുകൊണ്ടാണ് കേട്ടോ കണ്ടിന്യൂ ആയിട്ട് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സാധിക്കും പോലെ നമുക്കത് ചെയ്തു പോവാം കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം. നിങ്ങളുടെ കറൻറ്റ് സമയമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻസുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കണക്റ്റ് ചെയ്ത് പോകാൻ പാകത്തിന് നിങ്ങൾക്കതൊരു ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് സ്റ്റാർ എനർജിയുടെ പ്രസൻസ് ആണ്. തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ഹൈഡ് ചെയ്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു വളരെയധികം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടൊരു കാര്യത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുക തന്നെ ചെയ്യുമെന്ന എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് നമുക്കിവിടെ നോക്കുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെ തിരിച്ച് ലഭിക്കണം. അതൊരു സ്നേഹമായിരിക്കാം, നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം, നിങ്ങളുടെ ഒരു പാഷൻ എനർജി ആയിരിക്കാം. പാസ്റ്റിലൊരു കാര്യത്തെ തിരിച്ച് കിട്ടണമെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ. മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ പ്രതീക്ഷ കൈവെടിയാതെ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു പാസ്റ്റ് എനർജീനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ, പാഷനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്കത് വന്നു ചേരും എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്കത് ശക്തമായ രീതിയിൽ വന്ന് ചേരുക തന്നെ ചെയ്യുമെന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ചൊരു ഫോക്കസിങ് ഡേ ആണ് കേട്ടോ. നിങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യണം, പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ദൈനംദിനമായി കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിലും, ഒന്നിലധികം കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ ഇന്ന് ചെറിയൊരു നഷ്ടം, ഒരു ലോസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും കേട്ടോ. അപ്പോൾ അശ്രദ്ധമായിട്ട് ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാവരുത്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ചില ഇടങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ വാക്കുകൾ കൊണ്ടാണെങ്കിലും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയോടെ നിങ്ങൾ ചെയ്യണമെന്ന എനർജി കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് നമുക്ക് 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ.
ചിലരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയോ മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫൈറ്റിംഗ് ചെയ്ത് മടുത്ത ഒരു സിറ്റുവേഷൻസ്, ലാസ്റ്റ് നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇംബാലൻസിങ് ലഭിച്ചിരുന്ന കാര്യത്തിന് ബാലൻസ് എനർജിയിലേക്ക് വരുന്നുണ്ട്. അതായത് ജീവിതത്തിൽ പുതിയൊരു സെലിബ്രേഷൻ, ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു വിവാഹാഘോഷം അല്ലെങ്കിൽ 4 പേര് കൂടുന്ന ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില സെലിബ്രേഷൻ ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആകുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്ക് ആയിരുന്ന ചില കാര്യങ്ങൾ മാറി ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മ ഹീലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ മക്കളെ, കുറച്ച് ആളുകളുടെ എനർജിയിൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശക്തമായ കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളുടെ കൈവിട്ട് നിൽക്കുന്ന അവസ്ഥ, ശരിക്കും ഒരു ശൂന്യതയിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പേടിക്കുന്ന എന്ത് കാര്യത്തെയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം, എനിക്ക് സാധ്യമാകുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ആണെങ്കിലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ ബ്ലോക്കായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ കൺഫ്യൂഷൻ വരിക, ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ ഭയപ്പെടുക, അല്ലെങ്കിൽ ഒന്നിലധികം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, എപ്പോഴും നിങ്ങളുടെ ആ ഒരു കഴിവിനെ, നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ്, നിങ്ങളുടെ കഴിവിന് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ ഒരു ഫീലിങ്സ് ഒക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ കർമ്മയാണ് കേട്ടോ. നിങ്ങളൊരു കർമ്മ എനർജിയിലാണ് കടന്നു പോകുന്നത്. അത് നിങ്ങൾക്ക് കർമ്മ ഹീലിങ്ങിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിള്, നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു സ്ട്രെസ് എനർജി, നിങ്ങളുടെ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇതെല്ലാം കർമ്മഫലമായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ഇരുന്നതാണ്. അതിനൊരവസാനം വരുന്നു. അതിൻ്റെ ഒരു എൻഡിങ് ടൈമിലാണ് കുറേ ആളുകളുടെ എനർജി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അത് വിധിയാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേന്ന് തുടങ്ങേണ്ട വ്യക്തികളാണ്. റൂട്ട് ചക്ര മുതലാണ് നിങ്ങളുടെ ബ്ലോക്കേജ് ആയിരിക്കുന്ന. റൂട്ട് ചക്ര ബ്ലോക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആണത്. നമുക്ക് ധനം വരില്ല, നമുക്ക് നല്ല ബന്ധങ്ങൾ വരില്ല, നമ്മുടെ ലൈഫിലുള്ള അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ, നമ്മൾ എവിടെയാണോ ചവിട്ടി നിൽക്കുന്നത് ആ ഭൂമിയിൽ നിന്നും മണ്ണ് ഒഴുകി പോകുന്ന അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നതാണ് റൂട്ട് ചക്ര ബ്ലോക്കേജിൻ്റെ ഏറ്റവും പ്രാധാന്യം. റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ എല്ലാം പോകും. ഗണപതി ഭഗവാനെയാണ് ശക്തമായി പ്രാർത്ഥിക്കേണ്ടത്. ഗണപതി ഭഗവാന് വേണ്ട വഴിപാടുകളാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ചുമന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെ പോകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അഫർമേഷൻസ് എഴുതുക, നിങ്ങളുടെ റൂട്ട് ചക്ര ക്ലിയർ ആവാൻ അഫർമേഷൻസ് എഴുതുക, നാമം ചൊല്ലുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എനർജിയെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കേട്ടോ. വാൺസിൻ്റെ എനർജി വരിക എന്നത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, നമ്മളുടെ തെറ്റിദ്ധാരണകളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ആളുകൾ കഴിഞ്ഞു പോയ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞു പോയ ചില പ്രോബ്ലംസുകളെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. വല്ലാത്ത രീതിയിൽ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളുമായിട്ട് ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. ആ ഒരു ശക്തമായ ഫൈറ്റിങ്ങിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിച്ചായിരിക്കാം കമ്മ്യൂണിക്കേഷൻ നടത്തിയത്. പക്ഷേ അവിടെ ഒരു ഫൈറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു റോങ് ഫീലിങ്സ് ഉണ്ടായി, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും അതിൽ നിങ്ങൾ കുറേ ആളുകളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് കേട്ടോ. മാനസിക വിഷമം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഒരു ആൻസൈറ്റിയിലൂടെയാണ്
നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഒരു ആൻസൈറ്റി എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം വീൽ ഓഫ് ഫോർച്യൂണാണ് തൊട്ടടുത്ത് നമുക്ക് വന്നിരിക്കുന്നത്. വിധിയാണ് കേട്ടോ. ചിലതെല്ലാം നമ്മുടെ ലൈഫിൽ ആ സമയത്ത് സംഭവിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരു സ്ട്രെസ് എനർജിയിലൂടെ പോകുക, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരിക, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടാവുക, ഇതെല്ലാം നിങ്ങളുടെ വിധിയിൽപ്പെട്ടതാണ്. ഇത് നമ്മുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകേണ്ടതാണ്. ഇവിടെ നിങ്ങൾ വേണ്ടത് സെൽഫിഷാണ്, സെൽഫിഷ് മെൻറ്റാലിറ്റി. അതായത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളിൽ തെറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്ലസ് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് വിധിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ചില ആളുകൾ മാറി നിൽക്കേണ്ട സമയമാണ്. അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിനും വിജയത്തിനുമാണ്. അപ്പം നിങ്ങൾ ആ ഒരു എനർജീനെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഇപ്പം മാറിപ്പോയിരിക്കുന്ന, നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന എനർജികൾ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതല്ല. അത് അവിടെ പൊയ്ക്കോട്ടെ, അതങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടത്, നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമായി അതിൻ്റെ ഫലമായിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നത്. നിങ്ങളതിൽ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ആ പോയവർ അതിൻ്റേതായ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ചേർന്നുകൊള്ളും കേട്ടോ. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് സെപ്പറേഷൻ ആവശ്യമുള്ള സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 8 ഓഫ് സോഴ്സിൻ്റെ വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു ട്രാവലിംഗ് പ്രസൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ ഒരു ട്രാവലിംഗ് പ്രസൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി എനർജി. നിങ്ങളൊരു പക്ഷേ ഒറ്റപ്പെട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ, വിദേശത്തൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ ഹാപ്പി ഫാമിലി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു. കുടുംബക്കാരുമായിട്ട് നല്ലൊരു സന്തോഷകരമായ നിമിഷങ്ങൾ, ഒത്തുചേരലിൻ്റെ സമയമായി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. കുറേ ആളുകളെ സംബന്ധിച്ച് കരിയർ മേഖലയിൽ കുറച്ചും കൂടി ഉന്നതിയിലേക്ക് പോകാനുള്ള സമയം നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കരിയർ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ള വ്യക്തികളാണെങ്കിൽ, കരിയർ മേഖലയിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ തടസ്സം നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു തടസ്സം, പ്രതിസന്ധി അവസാനിച്ച് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ പ്രോബ്ലം അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രശ്നമൊക്കെ നേരിടുന്നവർ, ഒരു പക്ഷേ ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിനുള്ളൊരു യോഗമുണ്ട് കേട്ടോ, അതിനുള്ളൊരു ഭാഗ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. മണി അഫർമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ചൊല്ലണം, വരാഹി മന്ത്രം ചൊല്ലണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാമ്പത്തികപരമാകുന്ന ബർഡൻ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ സാമ്പത്തിക ബർഡൻ നിങ്ങൾക്ക് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ ബൗണ്ടറി തീർക്കണം കേട്ടോ. ഇന്നത്തെ ദിവസമായാൽ പോലും ചില ഇടങ്ങളിൽ ഒരു ബൗണ്ടറി തീർക്കേണ്ട സമയമാണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ എനർജിയെ കണക്റ്റ് ചെയ്ത്, നിങ്ങളുടെ ഒരു പ്രണയബന്ധത്തെ ബേസ് ചെയ്താവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ്, പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും പ്രശ്നമാവാം. നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പ്രസൻസിന് തടസ്സമായിട്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാത്ത ചില വെല്ലുവിളികൾ നിങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫൈറ്റിങ്ങിന് നിൽക്കരുത്. തീർച്ചയായിട്ടും ബൗണ്ടറി തീർക്കുക. കാരണം നിങ്ങൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഫാമിലിപരമായിട്ടുള്ളൊരു പ്രശ്നമായാലും സ്നേഹബന്ധത്തിലുള്ള പ്രശ്നമായാലും നിങ്ങൾ ശരിക്കും ഈക്വൽ എനർജിയോടുകൂടി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകേണ്ട ഒരിടത്ത് ചില പ്രശ്നങ്ങൾ പുറമേയുള്ള ആളുകളുടെയും കൂടി പ്രസൻസോട് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകരുത്, സൈലൻ്റ് ആവണം, ഉൾവലിഞ്ഞ് നിൽക്കുക. അവിടെ നിങ്ങളൊരവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് കാണുന്നത്. അതുപോലെ ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്
അതൊരു സക്സസ് ആണ് കേട്ടോ. ഇന്നത്തെ ട്രാവലിംഗ് എന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. ഒരു പക്ഷേ പാർട്ട്ണറുമായിട്ട് ഫാമിലിയുമായിട്ട് ചിൽഡ്രൻസൊക്കെ ആയിട്ട് ഒരു ട്രാവലിംഗ് എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിൽ കുറേ ആളുകൾക്കുണ്ട്. ലൈഫിലൊരു സന്തോഷവും കോൺഫിഡൻസും എന്താ പറയുക, ഒരു പൂർണ്ണതയാണ് കേട്ടോ. ഒരു ഐക്യത്തോടു കൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഏഞ്ചൽസ് ആണെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്നത് എസ് എന്ന കാർഡാണ് കേട്ടോ. അതായത് കാലം അനുകൂലമാകുന്നു, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ആസ്ക് യുവർ ഏഞ്ചൽസ്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നിൽപ്പുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ചെയ്യാനോ മറ്റെന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം, നിങ്ങളെ കണക്റ്റ് ചെയ്തുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ശരിക്കും ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പോലെ പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുക കേട്ടോ. അതുപോലെ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട്. ഈ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളിൽ കുറേ ആളുകൾക്ക് ട്രാവലിംഗ് ബ്ലോക്കേജ് മാറുന്നുണ്ട് കേട്ടോ. ഒരു ട്രാവലിംഗ് പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളോ തൊഴിൽ സംബന്ധമാകുന്ന കാര്യങ്ങളോ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളോ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടും ബ്ലോക്കായിട്ട് നിന്ന എന്തു പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന നെക്സ്റ്റ് മന്തിൽ തന്നെ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത്, അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജുകൾ മാറി നിങ്ങൾക്കൊരു തുടക്കമുണ്ട് എന്ന് കാണുന്നുണ്ട്. ലുക്ക് ഫോർ എ സൈൻ എന്നും ഏഞ്ചൽസ് പറയുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യത്തിന്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുടെ വിജയം എന്ന് പറയുന്നത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അതിൻ്റെ സക്സസ് എത്രത്തോളം പവർഫുള്ളാണ്, എത്രത്തോളം നല്ല രീതിയിലാണ്, അതിൻ്റെ സക്സസ്സിനെ കുറിച്ചുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈ പ്രകൃതി തന്നെ ഒരുക്കി തരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ.